യുദ്ധത്തിൽ രാജാവിനെ സഹായിച്ചുകൊണ്ടിരുന്ന ആന വാർദ്ധക്യത്തിലെത്തിയപ്പോൾ രാജാവ് അതിന് വിശ്രമം അനുവദിച്ചു. എല്ലാ രാജകീയ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഒരിക്കൽ ഈ ആന വെള്ളം കുടിക്കുവാൻ അടുത്തുള്ള തടാകത്തിലേക്ക് പോയി. വേനൽക്കാലമായിരുന്നതിനാൽ വെള്ളം വളരെ കുറഞ്ഞിരുന്നു. അതിനാൽ ആന തടാകത്തിലേക്ക് ഇറങ്ങി. പക്ഷെ അതിൻ്റെ കാലുകൾ ചേറിൽ പുതഞ്ഞുപോയി. രക്ഷപ്പെടുവാൻ ആന നടത്തിയ പരിശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. അതങ്ങനെ ആ വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ്. വെള്ളത്തിൽ നിന്നും അതിനെ കയറ്റുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. അപ്പോൾ രാജാവ് തൻ്റെ ഗുരുവിൻ്റെ ഉപദേശം തേടി. ഗുരു തടാകക്കരയിലെത്തി. അദ്ദേഹം രാജാവിനോട് വേഗത്തിൽ ഈ തടാകക്കരയിൽ ഒരു യുദ്ധ സാഹചര്യം ഒരുക്കുവാൻ പറഞ്ഞു. പടയാളികൾ എല്ലാവരും വരട്ടെ, പോർവിളികളും മറ്റ് യുദ്ധാരവങ്ങളും മുഴങ്ങട്ടെ. രാജാവ് എല്ലാ ക്രമീകരണവും ചെയ്തു. യുദ്ധത്തിൻ്റെ പോർവിളികൾ ഉണ്ടായി. പെട്ടെന്ന് ആന ചേറിൽ നിന്നും കാൽ വലിച്ചെടുത്ത് കരയിൽ കയറി. ഗുരു പറഞ്ഞു, ആനയ്ക്കൊരു കുഴപ്പവുമില്ല, ശക്തി ക്ഷയിച്ചിട്ടുമില്ല. പക്ഷെ ചെറുതായി ഒന്ന് ശ്രമിച്ചപ്പോൾ കാൽ വലിച്ചെടുക്കാൻ കഴിയാഞ്ഞതിനാൽ അങ്ങനെ അങ്ങ് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യുദ്ധപോർവിളികൾ ഉണ്ടായപ്പോൾ അവൻ യുദ്ധത്തിന് തയ്യാറായി വേഗത്തിൽ കരയ്ക്ക് കയറി. പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയാത്തത് നമ്മുടെ കഴിവുകേടുകൊണ്ടല്ല, പിന്നെയോ അതിനാവശ്യമായ ഒരു പ്രചോദനം ലഭിക്കാത്തതിനാലാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നാം തൃപ്തരായതിനാൽ കൂടുതൽ ശ്രേഷ്ഠമായ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ അതിന് കഴിവില്ല എന്ന് നാം പറഞ്ഞേക്കും. വാസ്തവത്തിൽ കഴിവില്ലായ്മയല്ല, മുഴു ശക്തിയും ഉപയോഗിക്കുവാൻ നാം സന്നദ്ധരാവുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. എത്ര പ്രയാസമേറിയ കാര്യങ്ങളാണ് ഒരുപാട് പേർ നേടിയെടുക്കുന്നത്. അതിനൊരു ആവശ്യബോധവും ഒരു പ്രചോദനവും ലഭ്യമാകണമെന്ന് മാത്രം. ഫുൾ A+ വാങ്ങുവാൻ കഴിവുള്ള ഒരു വിദ്യാർത്ഥി എങ്ങനെയെങ്കിലും പാസ് മാർക്ക് കിട്ടിയാൽ മതി എന്ന് കരുതിയാൽ ഒരിക്കലും ആ വിദ്യാർത്ഥിക്ക് A+ നേടുവാൻ സാധിക്കില്ല. എന്നാൽ A+ നേടുവാൻ കഴിവില്ലാത്ത ഒരു വിദ്യാർത്ഥി തന്നെ അതിനായി പരിശ്രമിച്ചാൽ അത് സാധ്യമാക്കാം. ഇത് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു സത്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സംതൃപ്തരായവർക്ക് ഒരിക്കലും അതിശ്രേഷ്ഠമായ അവസ്ഥ കൈവരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എനിക്ക് എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കും കൂടുതൽ ഔന്നത്യം പ്രാപിക്കാനാവില്ല. അതിനാൽ നാം ഓരോരുത്തരും മനുഷ്യത്വത്തിൻ്റെ അതിശ്രേഷ്ഠ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ഇടയാകണം. അതിന് നാം എല്ലാവരും പ്രാപ്തരാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിലാഷമായി തീരണം. അതിനായി തമ്മിൽ പ്രചോദിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യാം. അങ്ങനെ ജീവിതത്തിലെ ഓരോരോ കുറവുകളെ കണ്ടെത്തി അവയെ തിരുത്തി അതിശ്രേഷ്ഠമായ ആളത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം.